അമ്മനെ കണ്ടു. അമ്മ ഇങ്ങനെ വന്നിട്ട് ഇവിടെ താഴെ ബാങ്കിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത് ഈ മരുന്ന് വാങ്ങിക്കാൻ പൈസ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മരുന്ന് വാങ്ങിച്ച് തരട്ടെ ചോദിച്ചപ്പോൾ അമ്മ സന്തോഷത്തോടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ വേണ്ട മനെ പൈസ തന്നാൽ മതി എന്ന് പറയും. പക്ഷേ അമ്മ ഇത് വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യസന്ധമാണ്, ഒറിജിനലാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ആ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം ചില ആളുകൾ പറ്റിക്കാനായിട്ട് നടക്കും. അതായത് എനിക്ക് മരുന്ന് വേണ്ട, പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ അമ്മൻ്റെ വീട് എവിടെയാണമ്മ? തോട്ടിങ്ങലാണ് ഈ അമ്മൻ്റെ വീട്. പേര് അപ്പോൾ പറ്റിയ അവൻ്റെ വീട്ടിലേക്ക് എനിക്കൊന്ന് പോകണം, എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകാട്ടോ. അതിവിടെ അടുത്ത് തന്നെയുണ്ട്, വെൽക്കെയറോ അങ്ങനെ എന്തോന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് വീഡിയോ എടുത്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും കാണിക്കണ്ടെന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷേ ഇത് കാണിക്കണം, കാരണം ഇങ്ങനെയും ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം ഇന്നെന്തായാലും ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ ദൈവമായിരിക്കും എൻ്റെ മുന്നിൽ അവർ എത്തിച്ചിട്ടുണ്ടാവുക. ഞാനും ഒരുപാട് ഉള്ളവളൊന്നും അല്ല, എന്നാലും എൻ്റെ കയ്യിലുള്ളതെന്ന് ഒരു 10 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എനിക്ക് വേറൊരു വഴിക്ക് തരും. അപ്പോൾ ഈ മരുന്നുണ്ടോ? കൊടുത്തോട്ടോളെ, തന്നിട്ടുണ്ട് കേട്ടോളേ. 274 രൂപയുള്ളൂ അതിന് മരുന്നിനേ. പഴയതൊന്നും വേണ്ട. ഇനി നേരെ ഇനി എവിടേക്ക്? വീട്ടിലേക്കല്ലേ? 5 മൈലാ? 5 മൈലോടെ? ഞങ്ങളുടെ ഇവിടെ 5 മൈലാണേ. ഏത് അയ്യപ്പംകുളം? ആ, നമ്മുടെ അയ്യപ്പംകുളം. അവിടെ ആരാണ്? എന്താ ആങ്ങളുടെ പേര്? ഹരിദാസനാ? കിഴക്കേത്തറിൻ്റെ എവിടെയാണ്? കിഴക്കേത്തറയിൽ ആരാണ്?